ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡ്രസ്സ് നമുക്ക് കളർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരേ കളർ ഒരേ പാറ്റേണൊക്കെ അല്ലേ കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ ഞാൻ കണ്ടോ ആകെ ഒരു 3-4, അതായത് ഓരോ ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അത്രയും അകലെ അടുത്തടുത്തായിട്ട് ചെറിയ കെട്ടുകൾ ഇട്ട് വെച്ചിട്ടോ. എന്നിട്ട് 2 കളർ, പച്ചയും റോസും ബേബി പിങ്കാണ് ആ കളറിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് ചെയ്യിച്ചിട്ടേ ഇതിപ്പോൾ കയ്യിലുള്ള സകല വെള്ള തുണിക്ക് ഇങ്ങനെ കാട്ടുന്ന പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉപകാരത്തിനുള്ള തുണികൾ നല്ല നല്ല ഉടുക്കുന്ന തുണിയൊക്കെ ഞാൻ പകുതിയാക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒന്നാമത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യട്ടെ. ഞാനിങ്ങനെ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ തയ്ക്കുക ചുരിദാറൊക്കെ തയ്ക്കാം. പക്ഷെ എന്നിരുന്നാലും ഇതെങ്ങനെയാവും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ സംഭവം ക്രേസുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ഹരം. ഇപ്പം ഇവിടെ ഒരു ഫോൾട്ട് പറ്റിയെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരത്തിൽ മുങ്ങിക്കിടക്കണം, എന്നാണ് നമുക്ക് ആ കളർ അതേപോലെ തുണിയിലേക്ക് പറ്റുള്ളൂ. അതിനുള്ള ക്ഷമയൊന്നുമില്ല. ഞാൻ മുക്കലും ആ ചൂടോടൊക്കെ തന്നെ ഇടണോ. കൈ നന്നായി പൊള്ളുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല. 10 മിനിറ്റിൽ മുക്കി വെച്ചെങ്കിലേ കളർ ഒക്കെ പിടിച്ച് സെറ്റാവുള്ളൂ. ക്ഷമല്ല, ഒട്ടും ക്ഷമല്ല, അതാണ് സത്യം. അപ്പോൾ എന്തായാലും ഞാനേ ആ ചെയ്തതിൻ്റെ ലുക്ക് കാണിച്ചാൽ കേട്ടോ. നമ്മളല്ലേ അടുത്തടുത്തായിട്ട് കെട്ടിട്ടതുകൊണ്ട് തന്നെ അഴിക്കാൻ ആദ്യം കുറച്ച് റിസ്ക് ഉണ്ട്. പിന്നെ ഞാൻ വലിച്ചതൊക്കെ ഇങ്ങനെ ഇതാക്കിട്ടോ. ആ വലിക്കുമ്പോൾ ഈ കളർ ഇങ്ങനെ അധികം മുക്കി വെക്കാത്തതുകൊണ്ട് എനിക്ക് പിഴിയാൻ പറ്റിയില്ല. കാരണം നല്ല ചൂടാണ്. അത് ഞാനോട് കെട്ടയക്കുന്ന അപ്പോൾ നമുക്ക് വരുന്ന ആ ഡിസൈൻ കണ്ടോളൂ കേട്ടോ. ഇതിന് മുന്നേ ഞാൻ സായിട്ടിൻ്റെ ബർത്ത്ഡേക്ക് വെള്ളം കൊണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോഴേക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെടും. നമുക്ക് എങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ മുണ്ട് നമുക്ക് തലങ്ങും വിലങ്ങും കെട്ടൊക്കെ പല പല ഡിസൈനാക്കാം. ഞാൻ ചെയ്ത ഡിസൈൻ കണ്ടോ, ഒരു പാമ്പിൻ്റെ പോലെ ഉണ്ടല്ലേ. സംഭവം നല്ല ലുക്കായിട്ട് വെള്ളത്തുണിയൊന്നും ആരും പറയില്ല. ഒരു ഷോള് അങ്ങനത്തെ മാച്ച് ചെയ്യുന്ന ചുരിദാറിൻ്റെ ഷോളെന്ന് മാത്രമേ പറയുള്ളൂ. ഷോളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലേ. പിന്നെ കിട്ടൊക്കെ തോന്നിട്ടോ. നമുക്ക് ഇതൊന്ന് നന്നാക്കി ഉണക്കണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെയിലത്ത് ഉണക്കരുത്. കാരണം അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഒരു ഇത് പറഞ്ഞാൽ 10-15 മിനിറ്റിൽ മുഖ്യം വെക്കണം കേട്ടോ. കുറച്ച് തണുത്തിട്ടൊക്കെ എടുത്താൽ മതി. ഇതിൻ്റെ പോലെ ക്ഷമല്ലാത്ത പരിപാടി കാട്ടരുത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തണലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കിയെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതെന്തെങ്കിലും തയ്ക്കാൻ. ഞാനിപ്പോൾ എന്തായാലും തയ്ച്ചിട്ടൊന്നുമില്ല. ആ തുണി അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും ബുദ്ധി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ തോന്നുമ്പോൾ അത് എന്തെങ്കിലും രൂപത്തിലാക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.